ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സിവിൽ എഞ്ചിനീയറിംഗ് അപ്ഡേറ്റഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് എക്സാമിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. സോ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് നോക്കാം. ഇത് അതിൻ്റെ ഫസ്റ്റ് ലെക്ചറാണ്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ഈസ് സ്റ്റിൽ ഓൺ, സോ മേ ഡീവിയേറ്റ് ഇൻ ഫ്യൂച്ചർ. എന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ സോയിലിനെ പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് ഡീവിയേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഇൻ ഫ്യൂച്ചറിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സോയിൽ ഈസ് പെഡോജെനിസിസ്. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ, സോയിൽ ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ പെഡോജെനിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോയിൽ ഈസ് ഫോംഡ് ബൈ വെതറിങ് ഓർ ഡിസിൻറ്റിഗ്രേഷൻ എന്നാണ് വെതറിങ് എന്ന് പറഞ്ഞാൽ. ഡെസിൻറ്റിഗ്രേഷൻ ഓഫ് റോക്ക്. സോയിൽ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് വെതറിങ് അല്ലെങ്കിൽ ഡെസിൻറ്റിഗ്രേഷൻ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഓഫ് റോക്സിലാണ് സോയിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെതറിങ് നോക്കാം. വെതറിങ് ഓഫ് റോക്ക്, ഇത് ഫിസിക്കൽ വെതറിങ് ഉണ്ട്, കെമിക്കൽ വെതറിങ് ഉണ്ട്. ഫിസിക്കൽ വെതറിങ് എന്ന് പറഞ്ഞാൽ വിൻഡ്, എയർ, വാട്ടർ അല്ലെങ്കിൽ അനിമൽ, പ്ലാന്റ്സ്, ഹ്യൂമൻസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഐസ്, ഇതെല്ലാം കാരണം നമ്മുടെ വെതറിങ് ആവുകയാണ് റോക്കിൻ്റെ. അപ്പോൾ നമ്മൾ പറയുന്നത് അതിനെ ഫിസിക്കൽ വെതറിങ് ആണ്. ഇതല്ല കെമിക്കൽ വെതറിങ്. കെമിക്കൽ വെതറിങ് എന്ന് പറഞ്ഞാൽ ലീച്ചിങ്, ഹൈഡ്രേഷൻ, റിഡക്ഷൻ, ഓക്സിഡേഷൻ, കാർബണേഷൻ. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വാഷിംഗ് ഓർ സെപ്പറേഷൻ ഓഫ് സോൾട്ട്, അത് സോളിബിൾ സോൾട്ട് ഫ്രം ദ റോക്ക് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ലീച്ചിങ് എന്ന് പറയുന്നത്. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ സോയിലിൽ നിന്ന് സോളിബിൾ സോൾട്ട്സ് ലൈക്ക് അയൺ ഓക്സൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ഔട്ട് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് ലീച്ചിങ് എന്ന്. ഓക്കെ, അത് അയൺ ഓക്സൈഡ് മാത്രമല്ല, വേറെ കെമിക്കൽസ് എന്തെങ്കിലും മിനറൽസ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഔട്ട് ആവുകയാണെങ്കിൽ നമ്മളതിനെ ലീച്ചിങ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സിമെൻറ്റ് അത് കോൺക്രീറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട്. റിയാക്ഷൻ വിത്ത് വാട്ടർ, അതിനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റിഡക്ഷൻ നമ്മൾ ബേസിക് ആയിട്ട് 12th അല്ലെങ്കിൽ 11th പഠിച്ചിട്ടുണ്ട്. റിയാക്ഷൻ ഇൻ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, അതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ റിയാക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ, അതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ബേസിക് ആയിട്ട് ടേംസ് ആണ് റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ. നെക്സ്റ്റ് കാർബണേഷൻ, അതേപോലെ റിയാക്ഷൻ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, അതിനെ പറയുന്നതാണ് കാർബണേഷൻ. ഓക്കെ, സോ കെമിക്കൽ വെതറിങ്, ഫിസിക്കൽ വെതറിങ് ഉണ്ട്, കെമിക്കൽ വെതറിങ് ഉണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഏതൊക്കെ ടൈപ്സ് ഓഫ് വെതറിങ് ആണ്, ബൈ മീൻസ് ഏതൊക്കെയാണെന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. കെമിക്കൽ വെതറിങ് ആൻഡ് ഫിസിക്കൽ വെതറിങ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം പെഡോജെനിസ് സൈക്കിൾ. പെഡോജെനിസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് സൈക്കിളാണ്. ഇത് നമുക്ക് ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ വെതറിങ് ഫസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഓഫ് റോക്സ് ഉണ്ടാവും. ഈ ഡയഗ്രാമിൽ കാണുന്ന പോലെ വെതറിങ്, പിന്നെ നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ. ഈ കാണുന്ന പോലെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും. ബൈ മീൻസ് എയർ ആവാം, വാട്ടർ ആവാം, എന്താണെങ്കിലും മീൻസ് ആവാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പോസിഷൻ. ഇവിടെ ഇങ്ങനെ വന്ന് ഡിപ്പോസിറ്റ് ആവാൻ സ്റ്റാർട്ട് ആവും. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റ് ആവുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു പിന്നും റേസ് ആവാൻ തുടങ്ങും. ഇങ്ങനെ സോയിൽ ഡിപ്പോസിറ്റ് ആയി റേസ് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് അപ്ഹീവൽ. ഓക്കെ, അതിനെ പറയുന്നതാണ് അപ്ഹീവൽ. ഓക്കെ, അപ്പോൾ ഡിപ്പോസിഷൻ കഴിഞ്ഞ് ഉള്ള സ്റ്റേജാണ് അപ്ഹീവൽ. പിന്നും ഇപ്പോൾ അപ്ഹീവൽ എന്ന് പറഞ്ഞാൽ പിന്നും ഇതേപോലത്തെ ഒരു സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലത്തെ ഒരു സ്റ്റേജ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് അപ്ഹീവൽ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജാണ് വെതറിങ്. ഓക്കെ, പിന്നെ ഈ സൈക്കിൾ ഇതേപോലെ മെയിൻറ്റെയിൻ ആവും. വെതറിങ് ഫസ്റ്റ് ആവും, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ആവും, പിന്നെ ഡിപ്പോസിഷൻ ആവും, പിന്നെ റൈസിങ് ഓഫ് സോയിൽ, അതിനാണ് നമ്മൾ പറയുന്നത് അപ്ഹീവൽ എന്ന്. ഓക്കെ, അപ്ഹീവൽ കഴിഞ്ഞ് പിന്നെ വെതറിങ് ആവും. അപ്പോൾ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടേ ഇരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫോർമേഷൻ ഓഫ് സോയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെഡോജെനിസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വെതറിങ്ങിൻ്റെ വേറെ ഡെഫിനിഷൻ എന്തെന്ന് വെച്ചാൽ, ഇൻ കേസ് ഓഫ് ഫിസിക്കൽ വെതറിങ് നോ ചേഞ്ച് ഇൻ മിനറൽ കൺസ്റ്റിറ്റ്യൂവൻറ്റിൽ ഒരു ചേഞ്ചസും ആവത്തില്ല. അങ്ങനത്തെ പ്രോപ്പർട്ടീസാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ അതിനെ നമ്മൾ ഫിസിക്കൽ വെതറിങ് എന്ന് പറയും. ഫിസിക്കൽ വെതറിങ്ങിൽ മിനറൽ കൺസ്റ്റിറ്റ്യൂവൻറ്റ് ഒരിക്കലും ചേഞ്ച് ആകത്തില്ല. ബട്ട് കെമിക്കൽ വെതറിങ്ങിൽ മിനറൽ കൺസ്റ്റിറ്റ്യൂവൻറ്റ് ചേഞ്ച് ആവും. അതിൻ്റെ എക്സാമ്പിളാണ് ക്ലേ, സിൽട്ട്. ഓക്കെ, അതേപോലെ ഫിസിക്കൽ വെതറിങ്ങിൻ്റെ എക്സാമ്പിളാണ് സാൻഡ്, ഗ്രേവൽ. ഓക്കെ, ഇതാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ വെതറിങ്. ബൈ മീൻസ് നമ്മൾ ഏതൊക്കെയാണെന്ന് നോക്കിയിരുന്നു, ഇതിൻ്റെ ബേസിക് ഡിഫറൻസ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ ഇഫ് ക്യാരീഡ് അവേ ഫ്രം ദ പേരൻറ്റ് റോക്ക് ഇറ്റ് ഈസ് ടേംഡ് ആസ് ട്രാൻസ്പോർട്ടഡ് സോയിൽ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതാണ് പേരൻറ്റ് റോക്ക്. ഇതിനേക്കാൾ ട്രാൻസ്പോർട്ട് ചെയ്ത് ദൂരെ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസ്പോർട്ടഡ് റോക്ക് എന്ന് പറയും.
ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയും. അതേപോലെ ഇഫ് റിറ്റെയിൻ ഓൺ പേരൻറ്റ് റോക്ക് ഈസ് കോൾഡ് ആസ് റെസിഡ്യൂവൽ സോയിൽ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ പേരൻറ്റ് റോക്കിൻ്റെ അടുത്ത് തന്നെ ഡെപ്പോസിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് റെസിഡ്യൂവൽ സോയിൽ. അതാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്പോർട്ടഡ് ആൻഡ് റെസിഡ്യൂവൽ സോയിൽ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സൈസ്, ഷേപ്പ്, സർഫസ് ടെക്സ്ചർ, പ്രോപ്പർട്ടീസ് ചേഞ്ചസ് വിത്ത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അത് ഐസ് ആവാം, വാട്ടർ ആവാം, അല്ലെങ്കിൽ എയർ ആവാം. ഓക്കെ, സൈസ്, ഷേപ്പ്, ടെക്സ്ചർ ഇതെല്ലാം മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിങ്ങിൽ വേരി ആവുകയാണെങ്കിൽ അത് വേരി ആകും ബിക്കോസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് അങ്ങനെയാണ്. ബിക്കോസ് അത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എയർ വെച്ച് വേരി ആകുമ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു സോയിൽ സർക്കുലറാണ്, അപ്പോൾ അത് എയർ വെച്ച് ട്രാൻസ്പോർട്ട് ആവുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ഐസ് കാരണം അത് ട്രാൻസ്പോർട്ട് ആവുകയാണെങ്കിൽ അതേപോലെ ഇതിൻ്റെ സൈസ്, ഷേപ്പ്, പ്രോപ്പർട്ടീസ് എല്ലാം വേരി ആവാൻ ചാൻസസ് ഉണ്ട്. അതാണ് ഈ ബേസിക് ലൈൻ കൊണ്ട് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഡിഫറെൻറ്റ് വെതറിങ് ആൻഡ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ നോക്കിയിരുന്നത് വെതറിങ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്, പിന്നെ വെതറിങ്ങിൻ്റെ ബേസിക് ഡിഫറൻസ് ആണ് നോക്കിയിരുന്നത് വിത്ത് എക്സാമ്പിൾ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് സോയിൽ. ടൈപ്പ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ അലൂവിയൽ സോയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് സോയിലാണ്. ഡിപ്പോസിറ്റഡ് ഫ്രം ദ സസ്പെൻഷൻ ഓഫ് റണ്ണിങ് വാട്ടർ. ഇപ്പോൾ റണ്ണിങ് വാട്ടർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൽ സസ്പെൻഷൻ ഉണ്ടാകും. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ഫ്ലോ ചെയ്യുവാണ്, അതിലിങ്ങനെ വാട്ടർ സ്റ്റാർട്ട് ഡിപ്പോസിറ്റിംഗ് ആവുകയാണ്. ഒരു വാട്ടറിൻ്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് ഡിപ്പോസിറ്റ് ആവുകയാണ്. ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് സസ്പെൻഷൻ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതിൽ നമ്മൾ ഷുഗർ മിക്സ് ചെയ്യുകയാണ്, നമ്മൾ നല്ലോണം സ്റ്റിർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റേജിൽ അത് നമുക്ക് കാണാൻ പറ്റും, മൊത്തവും സോയിൽ താഴെ സെറ്റിലാവാതെ ഇങ്ങനെ മേളിലിരിക്കും. അതിനെയാണ് നമ്മൾ സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിപ്പോസിറ്റഡ് ഫ്രം സസ്പെൻഷൻ ഓഫ് റണ്ണിങ് വാട്ടർ. റണ്ണിങ് റിവറിലാണ് നമുക്ക് മെയിൻലി അലൂവിയൽ സോയിൽ കാണാൻ പറ്റുന്നത്. സോ അതാണ് അലൂവിയൽ സോയിൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലക്കുസ്ട്രീൻ സോയിൽ. ലക്കുസ്ട്രീൻ സോയിൽ എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ഓഫ് സ്റ്റിൽ വാട്ടർ. ലേക്ക് അല്ലെങ്കിൽ സ്റ്റിൽ വാട്ടറിൽ സസ്പെൻഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ലക്കുസ്ട്രീൻ സോയിൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പോസിഷൻ ഫ്രം ദ സസ്പെൻഷൻ ഓഫ് സീ വാട്ടർ. സീ വാട്ടറിലാണ് ഡിപ്പോസിഷൻ ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് മെറൈൻ സോയിൽ. ഓക്കെ, അതേപോലെ എയോലിൻ സോയിൽ എന്ന് പറയുന്നത് ബ്ലോയിങ് ഓഫ് വിൻഡ്, ട്രാൻസ്പോർട്ടേഷൻ ബൈ ബ്ലോയിങ് ഓഫ് വിൻഡ്. അത് മെയിൻലി കാണപ്പെടുന്നത് രാജസ്ഥാനിലാണ്. സോ അങ്ങനത്തെ സോയിലിനെയാണ് നമ്മൾ പറയുന്നത് എയോലിൻ സോയിൽ. നെക്സ്റ്റ് ഗ്ലേസിയൽ സോയിൽ. അതിനെ നമ്മൾ ഡ്രിഫ്റ്റ് എന്നും പറയും. വളരെ ഇമ്പോർട്ടൻറ്റ് ടെർമാണ് ഡ്രിഫ്റ്റ് എന്നും പറയും. വളരെ എക്സാംസിലും ചോദിക്കാറുണ്ട്. ഗ്ലേസിയൽ സോയിലിന് ഡയറക്റ്റ് പറയാറില്ല, അത് ഡ്രിഫ്റ്റ് എന്നാണ് കൂടുതലും എക്സാംസിൽ ചോദിക്കുന്നത്. സോ ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ ഐസ്. ഓക്കെ, ഐസിൽ നിന്ന് ട്രാൻസ്പോർട്ട് ആവുകയാണെങ്കിൽ നമ്മൾ ഗ്ലേസിയൽ സോയിൽ എന്ന് പറയും. അതേപോലെ കൊലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ അതിനെ ടെലസ് സോയിൽ എന്ന് പറയും, അല്ലെങ്കിൽ മൗണ്ടേനിയസ് സോയിൽ എന്നും പറയും. അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്നാണ് ട്രാൻസ്പോർട്ട് ആകുന്നത്. ഓക്കെ, സോ അത് നിയർലി ഹിൽ ഏരിയൻ്റെ അടുത്താണ് സാധാരണ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മാൾ സോയിൽ. മാൾ സോയിൽ ഈസ് ഫോംഡ് ബൈ ഡിപ്പോസിഷൻ ഓഫ് ബോൺസ് ഓഫ് മെറൈൻ ഒറിജിൻ. മെറൈൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സീയിൻ്റെ അക്വാട്ടിക് ലൈഫ്, അല്ലെങ്കിൽ അവിടെ സൈഡിൽ താമസിക്കുന്ന ജീവികൾ, അതിൻ്റെ ഒറിജിൻ്റെ ഡിപ്പോസിഷൻ ഓഫ് ബോൺസിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സോയിലാണ് മാൾ സോയിൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലൂസ് സോയിൽ എന്ന് പറഞ്ഞാൽ കൊളാപ്സിബിൾ സോയിൽ എന്ന് പറയും. ഇതിൻ്റെ ഗ്രേഡിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂണിഫോംലി ഗ്രേഡഡ് വിത്ത് ബ്ലോൺ സിൽട്ട് സിമെൻറ്റഡ് ബൈ കാൽഷ്യം കമ്പൗണ്ട് ഹാവിങ് ബൈൻഡിങ് പ്രോപ്പർട്ടി. നിയർ ഡെസേർട്ട് ഏരിയയിലാണ് ഇത് കാണപ്പെടുന്നത്. സോ ഈ സോയിലിന് ബൈൻഡിങ് പ്രോപ്പർട്ടി ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കാൽഷ്യം കമ്പൗണ്ട് ഇൻവോൾവ് ആണ്. കാൽഷ്യം കമ്പൗണ്ട് ഇതിൽ കാണപ്പെടും, അതുകൊണ്ടാണ് ബൈൻഡിങ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും എന്ന് പറയുന്നത്. ഓക്കെ, അത് നിയർലി കാണുന്നത് ഡെസേർട്ട് ഏരിയയിലാണ് മോസ്റ്റ് പ്രോബബ്ലി കാണുന്നത്. ഓക്കെ, ഈ മാപ്പ് നമുക്ക് കാണാൻ പറ്റും, അതിൽ തന്നെ നമുക്ക് സോയിൽ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടഫ് സോയിൽ. ടഫ് സോയിൽ എന്ന് പറഞ്ഞാൽ ഫൈൻ ഗ്രെയിൻഡ് വോൾക്കാനിക് ആഷ് വെതേർഡ് സോയിൽ ട്രാൻസ്പോർട്ടഡ് ബൈ വിൻഡ് ഓർ വാട്ടർ. ഓക്കെ, വോൾക്കാനിക് ആഷിൽ വെതേർഡ് സോയിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ആവുകയാണ്. ഇതിൻ്റെ ഒരു സോയിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ആവുകയാണ് ബൈ മീൻസ് ഓഫ് വിൻഡ് അല്ലെങ്കിൽ വാട്ടർ. അപ്പോൾ നമ്മൾ അതിനെ ടഫ് സോയിൽ എന്ന് പറയും. ഇപ്പോൾ വോൾക്കാനിക്കിൻ്റെ എന്തെങ്കിലും സോയിൽ ട്രാൻസ്പോർട്ട് ആവുകയാണ്, വിൻഡ് ആൻഡ് വാട്ടർ, സോ അതിനെ നമ്മൾ ടഫ് സോയിൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആകത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനെ പറയുന്നതാണ് ഫിസിക്കൽ വെതറിങ്. ഓക്കെ, അതേപോലെ ബെൻറ്റോനൈറ്റ് സോയിൽ എന്ന് പറയുന്നത്
റെസിഡ്യുവൽ വോൾക്കാനിക് ആഷ് എന്ന് പറയും. കൺസിസ്റ്റ് ഓഫ് ഹൈ മോൺട്മൊറലൈറ്റ് ഡ്യൂ ടു വിച്ച് ഇറ്റ് എക്സിബിറ്റ് ഹൈ ഷ്രിങ്കേജ്. അതിൽ കാണപ്പെടുന്നത് ഷ്രിങ്കേജ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി വേരി ആകും. ഹാവിങ് സ്വെല്ലിംഗ് പ്രോപ്പർട്ടീസ് സോ യൂസ്ഡ് ആസ് ലൂബ്രിക്കൻറ്റ് ഇൻ പൈൽ കേസിംഗ്. ഇതിന് നമ്മൾ പറയുന്നത് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ സ്വെല്ലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടി എക്സിബിറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ഷ്രിങ്കേജ് ഉണ്ട്. സോ നമ്മളിത് ലൂബ്രിക്കൻറ്റിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സൈഡിൽ ലൂബ്രിക്കൻറ്റ് യൂസ് ചെയ്യും, അത് ഈസി ആയിട്ട് താഴോട്ട് പോകാൻ വേണ്ടി. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബെൻറ്റോനൈറ്റ് ആണ്. ബിക്കോസ് ഇതിൻ്റെ പ്രോപ്പർട്ടി ലൂബ്രിക്കൻറ്റിനെ പോലെയും ഇത് വർക്ക് ചെയ്യും. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബെൻറ്റോനൈറ്റ് സോയിലാണ്. ബിക്കോസ് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഷ്രിങ്കേജ് ഉണ്ട്, സ്വെല്ലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്, പ്രോപ്പർട്ടീസ് വേരി ആകുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറയുന്നത് കെമിക്കൽ വെതറിംഗ് ആണ്. നമ്മൾ ഓൾറെഡി നോക്കിയിരുന്നു. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് ഓർമ്മ വയ്ക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലാറ്ററൈറ്റ് സോയിൽ. ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ ഫോംഡ് ഡ്യൂ ടു ലീച്ചിങ് ഓഫ് സിലിക്ക അലുമിന ലൈക്ക് സോൾട്ട് ആംബിയൻറ്റ് ടെമ്പറേച്ചർ ഒക്കെ എന്ന് വെച്ചാൽ ലാറ്ററൈറ്റ് സോയിൽ ഉണ്ടാകുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്ങിൽ കാണപ്പെടുന്ന സോയിലാണ് ലാറ്ററൈറ്റ് സോയിൽ. ഓക്കെ, ഇത് ലീച്ചിങ് ഓഫ് സോയിൽ. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിരുന്നു സെപ്പറേഷൻ ഓഫ് സോൾട്ട്, അതാണ് ലീച്ചിങ്. അപ്പോൾ സെപ്പറേഷൻ ഓഫ് സിലിക്ക അലൂമിന അല്ലെങ്കിൽ അതേപോലത്തെ സോൾട്ട് സെപ്പറേറ്റ് ആവുകയാണെങ്കിൽ അതിനെ പറയുന്ന സോയിലാണ് ലാറ്ററൈറ്റ് സോയിൽ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇത് നിയർ വെസ്റ്റേൺ ഗാർഡ് ഈസ്റ്റേൺ ഗാർഡ്സിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് കോസ്റ്റൽ ഏരിയേൻ്റെ ടെമ്പറേച്ചർ വേരി ആകും, പിന്നെ ഹില്ലി ഏരിയേൻ്റെ ടെമ്പറേച്ചർ വേരി ആകും. അപ്പോൾ ആ ടെമ്പറേച്ചർ വേരിയേഷനിലാണ് ഈ ലീച്ചിങ് എന്ന ഫിനോമിന നടക്കുന്നത്. അപ്പോൾ സോൾട്ട്സ് എല്ലാം സെപ്പറേറ്റ് ഔട്ട് ആകും ഈ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് സോയിൽ ഏതാണ് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പറയാം ലാറ്ററൈറ്റ് സോയിലാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ജനറലി ഫൗണ്ട് ഇൻ ഹ്യൂമിഡ് ക്ലൈമറ്റ് ഓർ ഹില്ലി ഏരിയാസ്, വെസ്റ്റേൺ ഗാർഡ് ഈസ്റ്റേൺ ഗാർഡ്. ഓക്കെ, ഇത് നമുക്ക് വളരെ ബേസിക്കായിട്ട് കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മഗ് സോയിൽ. മഗ് സോയിൽ എന്ന് പറഞ്ഞാൽ റിവർ വാട്ടർ സോയിൽ, ഇൻഓർഗാനിക് സോയിലാണ്. ഓക്കെ, റിവർ വാട്ടർ സോയിൽ കംസ് ഇൻ കോൺടാക്ട് വിത്ത് ക്രോപ്പ് സോയിൽ ഡ്യൂറിങ് ഫ്ലഡ്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, നിങ്ങളുടെ തോടാണെന്ന് വിചാരിച്ച് കൺസിഡർ ചെയ്യാം. ഇതിൽ തോടിൽ നോർമലായിട്ട് വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം മഴ കൂടുതൽ പെയ്തു. ഓക്കെ, അപ്പോൾ ഇതെന്തായി, ഇതിൻ്റെ തോടിൻ്റെ ലെവൽ റൈസായി. ലെവൽ റൈസ് ചെയ്യുമ്പോൾ മെയിൻലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തോടിലുള്ള സോയിൽ എന്ന് പറഞ്ഞാൽ ഇനോർഗാനിക് സോയിലാണ്. ഓക്കെ, ഇനോർഗാനിക് സോയിൽ. പിന്നെ നമുക്ക് കാണാൻ പറ്റും തോടിൻ്റെ സൈഡിൽ ബുഷസ് ഒക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള സോയിൽ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് സോയിലായിരിക്കും. അപ്പോൾ തോടിലെ സോയിൽ ഇനോർഗാനിക് സോയിലാണ്, ബുഷസിൻ്റെ സോയിൽ എന്ന് പറയുന്നത് ഓർഗാനിക്കാണ്. അപ്പോൾ ഈ ഒരു സോയിൽ അല്ലെങ്കിൽ മഴ വരുമ്പോൾ ഈ വാട്ടർ റേസ് ആവും. അപ്പോൾ റേസ് ആകുമ്പോൾ ഇനോർഗാനിക് സോയിൽ ഈ ഓർഗാനിക് സോയിലിൻ്റെ കോൺടാക്റ്റിൽ വരും. അപ്പോഴുണ്ടാകുന്ന സോയിലാണ് ഈ മഗ് സോയിൽ എന്ന് പറയുന്നത്. സോ അതാണ് മഗ് സോയിലിൻ്റെ ഡെഫിനിഷൻ. സോ ബേസിക്കായിട്ട് നമുക്ക് എക്സാമ്പിൾ പോലെ ഇത് ഓർത്ത് വയ്ക്കാം മഗ് സോയിൽ എന്താണെന്ന്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പീക്ക് സോയിൽ. പീക്ക് സോയിൽ എന്ന് പറഞ്ഞാൽ ഹൈലി ഓർഗാനിക് ഡിക്കമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ ആർ ഫൈബ്രസ് സോയിൽ. ഓക്കെ, ഇതിനെന്താണെന്ന് പറഞ്ഞാൽ ഹൈലി ഓർഗാനിക് സോയിലാണ്. ഓക്കെ, ഇതിന് ഹൈലി ഓർഗാനിക് സോയിൽ എന്ന് പറയും, ഇത് ഫൈബ്രസ് സോയിൽ എന്നും പറയും. ഓർഗാനിക് സോയിൽ നമുക്കറിയാം ക്രോപ്സിൻ്റെ അടുത്തുള്ള സോയിലാണെങ്കിൽ അത് ഹൈലി ഓർഗാനിക് സോയിലായിരിക്കും. ഓക്കെ, അതാണ് പീറ്റ് സോയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലൂം സോയിൽ. മിക്സ്ചർ ഓഫ് സാൻഡ്, സിൽട്ട് ആൻഡ് ക്ലേ. മൂന്നിൻ്റെ മിക്സ്ചർ ഉണ്ടാകുന്ന സോയിലിനെയാണ് നമ്മൾ പറയുന്നത് ലൂം സോയിൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ. ഇത് എന്താണെന്ന് വെച്ചാൽ റെസിഡ്യുവൽ സോയിൽ ഫോംഡ് ഫ്രം ബസാൾട്ട്. ബസാൾട്ട് നമുക്കറിയാം ഇഗ്നിയസ് റോക്കാണ്. ഓക്കെ, സോ റെസിഡ്യുവൽ സോയിൽ ഫോംഡ് ഫ്രം ബസാൾട്ട് ഹാവ് എക്സസ് ഓഫ് മോൺട്മൊറലൈറ്റ്. സോ ഇതിൻ്റെ നമുക്ക് പ്രോപ്പർട്ടീസ് അറിയാം. ഇതിന് ഹൈ സ്വെല്ലിംഗ് ആണ്, ഹൈ ഷ്രിങ്കേജ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. മോൺട്മൊറലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലേൻ്റെ ഒരു മിനറലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം. ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവും, ഹൈ സ്വെല്ലിംഗ് ഉണ്ടാകും ഈ മോൺട്മൊറലൈറ്റ് ഉണ്ടെങ്കിൽ. സോ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറഞ്ഞാൽ റെസിഡ്യുവൽ സോയിലാണ് ഫോംഡ് ഫ്രം ബസാൾട്ട്. സോ ഇത് നമ്മൾ നോർമലി കാണപ്പെടുന്നത് സെൻട്രൽ ഇന്ത്യയിലാണ്, മധ്യപ്രദേശ് അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ് ഏരിയസിലാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാർബ്ഡ് സോയിൽ. ഫോംഡ് ഡ്യൂ ടു ഡിപ്പോസിഷൻ ഓഫ് സിൽട്ട് ഇൻ വിൻ്റർ ആൻഡ് ക്ലേ ഇൻ സമ്മർ.
വിച്ച് ഫോംസ് ആൾട്ടർനേറ്റ് ലെയേഴ്സ്. ഇത് ആൾട്ടർനേറ്റ് ലെയേഴ്സ്, ഇത് കാണുന്ന ഡയഗ്രാം പോലെ ആൾട്ടർനേറ്റ് ലെയേഴ്സിലുണ്ടാകുന്ന സോയിലാണ്. ഇതെങ്ങനെ നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഇത് ഹില്ലാണ്. ഇത് ഹില്ലിൻ്റെ ഗ്ലേസിയറിൻ്റെ അടുത്താണ്. ഈ ഒരു വാട്ടർ എന്ന് പറഞ്ഞാൽ വളരെ ചില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും. ഇവിടുത്തെ സോയിൽ ഇങ്ങനെ താഴോട്ട് ട്രാൻസ്പോർട്ടായി ഇങ്ങനെ ഡെപ്പോസിറ്റ് ആകുമ്പോൾ ഇവിടെ ഫസ്റ്റ് ലെയർ ഫോം ആവും. ഫസ്റ്റ് ഫോം ആവുന്നത് സിൽട്ടിൻ്റെ ലെയറാണ്. വിൻ്ററിൽ ഫസ്റ്റ് ലെയർ ഫോം ആവും. ഓക്കെ, സോ ഫസ്റ്റ് ലെയർ നമ്മൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയി സാൻഡ്, ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. ഈ ഒരു ലെയർ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് ഫസ്റ്റ് ലെയർ ഫോം ആവും. ഓക്കെ, ഇത് സിൽട്ടിൻ്റെ ലെയർ ഫോം ആവും. വിൻ്ററിലാണ് ഫോം ആകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലെയർ വേറൊരു അത് വെച്ച് കാണിക്കാം, അപ്പോൾ ഇച്ചിരി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് വിൻ്റർ വരുമ്പോൾ ഈ ലെയർ ഫോമായി. നെക്സ്റ്റ് സമ്മർ വരുമ്പോൾ വേറൊരു സോയിൽ അല്ലെങ്കിൽ ക്ലേ അതിൻ്റെ മേളിൽ ഡെപ്പോസിറ്റ് ആവും. ഇങ്ങനെ ട്രാൻസ്പോർട്ട് വിൻഡ് അല്ലെങ്കിൽ ഐസ് അല്ലെങ്കിൽ വാട്ടർ വെച്ച് ഇങ്ങനെ ട്രാൻസ്പോർട്ടായി ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഫോം ആവും. ഓക്കെ, പിന്നും നെക്സ്റ്റ് വിൻ്റർ വരുമ്പോൾ പിന്നും ക്ലേയിൻ്റെ ലെയർ സിൽട്ടിൻ്റെ ലെയർ വരും ഇതിൻ്റെ മുകളിൽ. പിന്നെ അതിൻ്റെ മുകളിൽ ക്ലേയിൻ്റെ ലെയർ വരും. സോ ഇങ്ങനെ ഈ സൈക്കിൾ കണ്ടിന്യൂസ് ആയിക്കൊണ്ടേ ഇരിക്കും. സോ ഇതിനെയാണ് നമ്മൾ പറയുന്നത് വാർഡ് സോയിൽ. ഓക്കെ, ഇതിനെയാണ് വാർഡ് സോയിൽ എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റും ഈ ഡയഗ്രാം മനസ്സിലാവുന്ന കാലം ഇതിൻ്റെ ഡയഗ്രാം നോക്കിയാൽ മതി. ഇത് ക്ലേയിൻ്റെയും സിൽട്ടിൻ്റെയും ലെയർ ബൈ ആൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് ക്ലേ ആൻഡ് സിൽട്ടാണ് കാണപ്പെടുന്നത്. സോ ഇതാണ് വാർഡ് സോയിൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മുറം സോയിൽ. ഗ്രേവൽ മിക്സ്ഡ് വിത്ത് റെഡ് ക്ലേ മുറം സോയിൽ നമുക്കറിയാം റെഡ് കളറാണ്. സോ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം. എക്സസ് ഓഫ് അയൺ ഓക്സൈഡ് ആകുമ്പോഴാണ് നമുക്ക് റെഡ് കളർ കിട്ടുന്നത്. സോ ഗ്രേവൽ മിക്സ്ഡ് വിത്ത് റെഡ് ക്ലേനെയാണ് നമ്മൾ മുറം സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പീറ്റ് പ്ലസ് മക്ക് നമ്മൾ രണ്ടും കണ്ടിരുന്നു. പീക്ക് എന്ന് പറഞ്ഞാൽ ഹൈലി ഓർഗാനിക് സോയിലാണ്. മക്ക് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കോമ്പിനേഷൻ, ഓർഗാനിക് പ്ലസ് ഇൻഓർഗാനിക്, അതിനെ പറയുന്നത് ക്യുമുലസ് സോയിലാണ്. സോ ഇതും എക്സാംസിൽ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻറ്റ് ചാൻസസ് ആണ്. ഓക്കെ, സോ ഇതായിരുന്നു ബേസിക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ. ഓക്കെ, ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മാപ്പ് നോക്കാം. മാപ്പിൽ നമുക്ക് ഫൈനലൈസ് ചെയ്യാം എന്തൊക്കെ സോയിലാണ് എവിടെയൊക്കെ ആണെന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഇതിൽ നമ്മൾ കാണുന്നത് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ മെയിൻലി നോർത്ത് ഇന്ത്യസിൽ കൂടുതലും റിവേഴ്സാണുള്ളത്. സോ നമ്മൾ കണ്ടിരുന്നു സസ്പെൻഷൻ ഓഫ് റിവേഴ്സിലുണ്ടാകുന്ന സോയിലിന് നമ്മൾ പറയുന്നത് അലൂവിയൽ സോയിലാണ്. ഓക്കെ, പിന്നെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു സെൻട്രൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന സോയിലാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. പിന്നെ ഗുജറാത്തിലും പോർഷനിലും ഉണ്ട് ബ്ലാക്ക് കോട്ടൺ സോയിൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റെഡ് ആൻഡ് യെല്ലോ സോയിൽ. ഓക്കെ, നമ്മൾ പറഞ്ഞു ലാറ്ററൈറ്റ് സോയിൽ ഉണ്ട്, റെഡ് ആൻഡ് യെല്ലോ സോയിൽ ഉണ്ട്. റെഡ് ആൻഡ് യെല്ലോ സോയിൽ എന്ന് പറയുന്നത് ഈ മുറം സോയിൽ തന്നെയാണ്. റെഡ് ആൻഡ് യെല്ലോ സോയിൽ, മുറം സോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഗ്രേവൽ മിക്സ്ഡ് വിത്ത് റെഡ് ക്ലേ അല്ലേ. സോ അതിനെ നമ്മൾ വേറെ പേരെന്ന് പറയുന്നത് റെഡ് ആൻഡ് യെല്ലോ സോയിലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, ബ്ലാക്ക് കോട്ടന് സറൗണ്ടിങ് ആയ ഏതാണ് സോയിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യൻ്റെ കേസിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അത് റെഡ് ആൻഡ് യെല്ലോ സോയിൽ അല്ലെങ്കിൽ മുറം സോയിലാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സോയിൽ കാണാൻ പറ്റും. ഇവിടെ വെസ്റ്റേൺ ഗാട്ട്സ്, ഇവിടെ കുറേ ഹിമാലയസ് ഉണ്ട്, അത് കാരണം റെയിൻസൊക്കെ ഉണ്ടാകും. സോ ഡെപ്പോസിഷൻ ഇവിടെ ഹ്യൂമിഡ് ക്ലൈമറ്റ്, കോസ്റ്റൽ ഏരിയൻ്റെയും ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകുന്നത് കാരണം ലീച്ചിങ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. സോ സോയിലിൻ്റെ നേച്ചർ ചേഞ്ചായി സോയിൽ അതിൻ്റെ മിനറൽസിനെ ലോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സോയിലാണ് ലാറ്ററൈറ്റ് സോയിൽ. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലൂസ് സോയിലാണ് രാജസ്ഥാനിൽ നമ്മൾ കാണാൻ പറ്റുന്നത് മെയിൻലി. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ കൊല്ലുവേൽ സോയിൽ, നമ്മൾ ഹിമാലയ റീജിയനിൽ മെയിൻലി കൊല്ലുവേൽ സോയിലാണ് കാണപ്പെടുന്നത്. സോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സോയിലും കവർ ചെയ്തു ഇതിൽ തന്നെ. സോ ഇതായിരുന്നു ഇന്ത്യയുടെ മാപ്പിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ടൈപ്സ് ഓഫ് സോയിൽ. വളരെ എഞ്ചിനീയറിംഗ് സിഗ്നിഫിക്കൻസ് ഇതിൻ്റെ ടൈപ്സ് ഓഫ് സോയിലിൻ്റെ വളരെ കൂടുതലാണ്. പല എക്സാംസിലും ഡിഫറെൻറ്റ് നെയിംസിലും ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് സോയിലാണ്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്യുക, ബിക്കോസ് നിങ്ങളുടെ സപ്പോർട്ടാണ് വളരെ ആവശ്യമുള്ളത് എനിക്ക്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.